ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ബുക്ക് ഹോൾസ്. ലെറ്റ്സ് ഓപ്പൺ ആ ബുക്ക്. നമ്മളിന്ന് വീണ്ടും ഒരു പോം ഡിസ്കസ് ചെയ്യുകയാണ്. ദ പോം ഇസ് പൈലൻസ് ബൈ സ്റ്റീഫൻ സ്പെൻസർ. ഈ പോയത്തിൽ നമ്മൾ പോയറ്റിൻ്റെ ഒരു ആകുലതയാണ് കാണുന്നത്. അതായത് ഈ സീഡോ മോഡേണിസത്തിൻ്റെ വരവോടുകൂടി ഇംഗ്ലീഷ് കൺട്രി സൈഡിന് അതിൻ്റെ തനതായ ഭംഗി നഷ്ടപ്പെട്ടു പോവും എന്ന് പോയറ്റ് ആകുലപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പൈലൻസ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ്, പൈലൻസ് എന്ന് പറഞ്ഞാൽ ടോൾ മെറ്റാലിക് പോസ്റ്റാണ്. ഈ പോസ്റ്റുകളിൽ കുറേ ഇലക്ട്രിക് വയേഴ്സ് ഉണ്ട്. ദേ അപ്പിയർ ടു ബി ദ ഹാർബിഞ്ചർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ടോൾ മെറ്റാലിക് പോസ്റ്റുകളെയാണ് നമ്മൾ പൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിട്ട് വിചാരിക്കുന്നത് ഈ പൈലൻസ് എന്ന് പറയുന്നത് പീസ്ഫുള്ളായിട്ടുള്ള കൺട്രി ലൈഫിൽ ഇൻട്രൂഡേഴ്സാണ് എന്നാണ്. ഇവർ നമ്മുടെ പീസ്ഫുള്ളായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കൺട്രി ലൈഫിലേക്ക് ഇടിച്ചു കയറി ആ ഭംഗിയും ആ ഒരു സമാധാന അന്തരീക്ഷമൊക്കെ നശിപ്പിച്ചു കളയുമെന്ന് പോയിട്ട് വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ഈ പോസ്റ്റുകൾ, ഈ പൈലൻസ് എന്ന് പറയുന്ന പോസ്റ്റുകൾ ഭയങ്കര ടോളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഫിസിക്കലി ടോളാണ് എന്നതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ടവറിങ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ടവറിങ് ഇൻഫ്ലുവൻസ് ഈ ടോളായിട്ടുള്ള മെറ്റാലിക് പോസ്റ്റുകൾക്കുണ്ട് എന്ന് പോയിട്ട് ഭയപ്പെടുകയാണ്. അപ്പോൾ പോയിട്ട് ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റുകൾ എങ്ങനെയാണ്, സ്റ്റേറ്റിക് ആണല്ലേ, അനക്കമില്ലാത്തതാണ്, ചലനമില്ലാത്തതാണ്. പക്ഷേ അവരുടെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് ആണ്. ദെർഫോർ ഷോ ടു ബി ഓൾ പെർവേഴ്സീവ്. അപ്പോൾ ഇത് മെറ്റാലിക് ആണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റുകൾ ഒരു ഫ്രോസൺ ഹ്യൂമൻ ഇമോഷൻസിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ പോയറ്റിന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൈലൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. വി കനോട്ട് ലീവ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് തന്നെ മോഡേൺ ടെക്നോളജിയുടെ മോസ്റ്റ് എലക്വൻറ്റ് എംബ്ലമായി മാറുകയാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയും ഏത് സ്ഥലത്തും എപ്പോഴും എത്തിപ്പെടുന്ന വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തമായിട്ട്, അല്ലെങ്കിൽ ഒരു മോഡേൺ ടെക്നോളജി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പൈലൻസ് എന്ന് പറയുന്നത്. ദോ റൺസ് ദി പെർസ്പെക്റ്റീവ്സ് ഓഫ് ദി ഫ്യൂച്ചർ. പോയറ്റ് ഹില്ലുകളെയും അതുപോലെ കോട്ടേജുകളെയും അവയുടെ ഭംഗിയും ഒക്കെ ഗ്ലോറിഫൈ ചെയ്യാണ്. പോയറ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇവയ്ക്കെല്ലാം വളരെ ഇലൂസീവായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടെന്നാണ്. ഇവയെപ്പറ്റിയുള്ളൊരു സീക്രട്ട് എന്താണെന്നാൽ പോയറ്റ് പറയുന്നത് പോയറ്റ് വാസ് ദിയർ സ്റ്റോൺ എന്നാണ്. ഇവയെപ്പറ്റിയുള്ള നാച്ചുറലായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭംഗിയൊന്നും അല്ലെങ്കിൽ ഈ ഒരു ഇലൂസീവായിട്ടുള്ള ക്വാളിറ്റി സമ്മാനിക്കാൻ വേറൊന്നിനും കഴിയത്തില്ല. ഇതിൻ്റെയൊക്കെ ഭംഗി അതിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ, വേറൊന്നിനും പകരം വയ്ക്കാനായിട്ട് കഴിയുന്ന ഭംഗിയല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മാന്ത്രികൻ്റെ തൊപ്പിയിൽ നിന്നും മുയലുകൾ പുറത്ത് ചാടുന്ന പോലെ ഏതെങ്കിലും പുതിയ പുതിയ സ്ഥലങ്ങളെ, അല്ലെങ്കിൽ എൻചാൻറ്റിങ് ആയിട്ടുള്ള അൺകവർ വില്ലേജസിനെ പ്രയർ നോട്ടീസൊന്നുമില്ലാതെ കണ്ടെത്തുമ്പോൾ അവയുടെ വഴികൾ ഇടിഞ്ഞു പൊളിഞ്ഞ് ക്രംപ്ലിംഗ് ആയിട്ടുള്ള ആ വഴികൾ മനോഹരമായി തോന്നുന്നു എന്ന് പോയിട്ട് പറയുന്നു. പോയിട്ട് പറയുന്നൊരു കാര്യം, ഇപ്പോൾ പക്ഷേ അവിടെ എന്തുണ്ടാവും, ബ്ലാക്ക് വയേഴ്സ് ഉണ്ടാവും. എന്തിൻ്റെ വയേഴ്സാണ്? ഈ പൈലൻസിൻ്റെ വയേഴ്സ് ഉണ്ടാവുമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പെയിൻറ്റിങ്, ഒരു കൺട്രി സൈഡിൻ്റെ പെയിൻറ്റിങ്, അതിൽ കുറേ കറുത്ത വരകളിങ്ങനെ വരച്ച് വെക്കുന്ന പോലെ, സ്ക്രിബിൾ ചെയ്തിടുന്ന പോലെയാണ് പൈലൻസ് നല്ല ഭംഗിയുള്ള കൺട്രി സൈഡിൻ്റെ ആ ഒരു ഭംഗിയും ആസ്വാദനത്തെയും നശിപ്പിക്കുന്നത് എന്നാണ്. ഈ കറുത്ത കളർ എപ്പോഴും ഗ്ലൂമിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നൊരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പൈലൻസ് എന്ന് പറയുന്നത് ജയൻ്റ് ആയിട്ടുള്ള ന്യൂഡ് ഗേൾസിനെ പോലെയാണെന്നാണ്. അവർ അവരുടെ ശരീരഭാഗം തുറന്നു കാണിക്കാൻ ഡെലിബറേറ്റ്ലി ശ്രമിക്കുകയാണ്. അവർക്ക് ഒരു സീക്രട്ടും ഇല്ല ടു ഹൈഡ്. അവർ മനഃപൂർവ്വം തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള വൾഗറായിട്ടുള്ള നേക്കഡ് ഗേൾസിനെ പോലെയാണ്, ഡെലിബറേറ്റ്ലി റിവീൽ ചെയ്യുന്ന വൾഗറായിട്ടുള്ള നേക്കഡ് ഗേൾസിനെ പോലെയാണ് പൈലൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന പെൺകുട്ടികൾക്ക് യാതൊരു മോഡസ്റ്റിയും ഇല്ല, യാതൊരു പ്രിൻസിപ്പിൾസും ഇല്ല, യാതൊരു വാല്യൂസും ഒന്നുമില്ല. അതുപോലെയാണ് ഈ പൈലൻസ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് എന്താ പറഞ്ഞത്? സയൻസ് ക്യാൻ മെഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി അദ്ദേഹം ഈവനിങ് ലുക്കിൽ വളരെ ഗ്ലിറ്ററായിട്ട് കാണപ്പെടുന്ന വാലിയാണ് വർണ്ണിക്കുന്നത്. അവിടെ ഗ്രീൻ ചെസ്റ്റ്നട്ട് ഉണ്ട്, ഓഫ് കസ്റ്റമറി റൂട്ട് എന്നാണ് പറയുന്നത്. അവയെല്ലാം ഇപ്പോൾ ഉണങ്ങി വരേണ്ട അരുവി കണക്കെ വെറും മോക്കറിയായിപ്പോയി, വെറും തമാശ കഥാപാത്രങ്ങളായി മാറിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈവനിങ് എങ്ങനെയുള്ളതാണ്? വളരെ ആ ഈവനിങ് വാലി വളരെ ട്രാങ്കുലാണ്,
അവിടെ നിറയെ ചെസ്നട്ടൊക്കെ ഉണ്ട്, ഗ്രീൻ ചെസ്നട്ട് പ്രോസ്പെറിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കസ്റ്റമറി റൂട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പറഞ്ഞില്ല, അത് പോയിൻ്റ് ചെയ്യുന്നത് ഡീപ്പ് റൂട്ട്സ്, ട്രഡീഷൻ, അതിനെയൊക്കെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായിപ്പോയി എന്നാണ് പറയുന്നത്, ഈ റൂട്ട്സും ട്രഡീഷനും ഒക്കെ. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് ചെയ്തു, ഇവയുടെ ഈ വളരെ ബേസ് ആയിട്ടുള്ള റൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് വെരി കോറിൽ നിന്ന് തന്നെ, നേച്ചറിൻ്റെ വെരി കോറിൽ നിന്ന് തന്നെ അവയെ ഈറ്റ് ചെയ്യാണ്, കഴിക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി സൈഡ് വെറും ലൈഫ്ലെസ് ആയി മാറിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സയൻസിൻ്റെ ഈ ഒരു പുതിയ തുടക്കത്തെപ്പറ്റി നമ്മുടെ പോയറ്റിന് വളരെ ആംബിവലൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണുള്ളത്. അതൊരു നമുക്കറിയാം, സയൻസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രോഗ്രസീവ് പ്രോസ്പെക്റ്റാണ് പ്രൊസീവ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളെല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ വലിയ കൺസിഡറേഷൻസ് വെച്ച് നോക്കുമ്പോൾ കൺട്രി സൈഡ് ഭയങ്കര ഡോർഫാണ് എന്ന് പോയറ്റിന് ഫീൽ ചെയ്യുന്നു. അവസാനം നമ്മുടെ പോയറ്റ് കൺക്ലൂസീവ്ലി എത്തിപ്പെടുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഈ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും എവല്യൂഷൻ നമ്മുടെ ഗ്രോത്തിനും അഡ്വാൻസ്മെൻറ്റിനും ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. എന്നിരുന്നാൽ പോലും അത് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, എത്തിക്കലായിരിക്കണം എന്ന കാര്യമാണ്. എന്നിരുന്നാലും പോയം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു നോട്ടിലാണ് അവസാനിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളെ റീകൺസൈൽ ചെയ്തിട്ടാണ് പോയറ്റ് അവസാനിപ്പിക്കുന്നത്. എന്താണ് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? നേച്ചറും സയൻസുമാണ്. ഷാറ്ററിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇവൻറ്റ്സ്, അതായത് വാർസ്, അതുപോലെ റെവല്യൂഷൻസ് ഒക്കെയാണ് നമുക്കുള്ളത്. അതിൻ്റെ ഇടയിലും അദ്ദേഹം ഇങ്ങനെയാണ് എഴുതുന്നത്: ദ പ്രോബ്ലം ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദീസ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോം ദം ഇൻ ടു എ ലൂസിഡ് ലാംഗ്വേജ് ഓഫ് ദ ഇമാജിനേഷൻ where they exist in their own right, coherent visions, independent of reality, but nevertheless reflecting the truth of reality എന്നാണ്. Thank you for listening. Have a nice day.